അങ്ങനെ കാത്തിരിപ്പിനൊടുവില് ആ ഒരു ദൗത്യം കഴിഞ്ഞിരിക്കുകയാണ്. റിസൾട്ട് വന്നിരിക്കുകയാണ്. റിസൾട്ട് വന്നു. പക്ഷെ പലർക്കും അങ്ങ് വിചാരിച്ചത്ര ഒരു സ്ഥലത്ത് എത്തിപ്പെടാനായിട്ട് പറ്റിയില്ല. എന്നാലും കേരളം മൊത്തത്തിൽ കാത്തിരുന്ന ഒരു കാര്യം തന്നെയാണ് സംഭവിച്ചത് അല്ലെ. UDF ഭരണം ഏറ്റെടുത്തിരിക്കുകയാണ്. അതെ, കേരളം കേരളം ഉജാല പോലെ നീലമയത്തിലായിരിക്കുകയാണ്. എന്താ ഇപ്പൊ പറയാനുള്ളത്? നേരത്തെ പറയുന്നുണ്ടായിരുന്നു ഈ ഒരു കപ്പൽ ആടി ഒലയില്ല, നല്ലൊരു കപ്പിത്താനുണ്ട്. ആ കപ്പിത്താൻ എവിടെ പോയി, കപ്പൽ എവിടെ പോയി, കപ്പൽ മുങ്ങി 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 അങ്ങ് ടൈറ്റാനിക് വ്യക്തി അതെ എവിടെ പോയി നമുക്കറിയില്ല. അപ്പൊ എന്തായാലും നീലത്തിൽ മുങ്ങിയിരിക്കുകയാണ് കേരളം. എന്താണ് പറയാനുള്ളത് ഇതിനെ കുറിച്ച്? തോൽക്കുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷെ ഇത്ര മാത്രം ദയനീയമായ രീതിയിൽ തോൽക്കുമെന്ന് ആരും വിചാരിച്ചില്ല. പ്രത്യേകിച്ച് അണികളും വിചാരിച്ചില്ല, മത്സരിച്ചവരും വിചാരിച്ചില്ല, പാർട്ടി പോലും വിചാരിച്ചില്ല. ഈ 35 അതല്ലേ നമുക്ക് ഭൂരിപക്ഷം വന്നത്. അതുപോലും ഒരു ദയനീയമായിട്ടുള്ള ഒരു തോൽവി തന്നെയാണ്. കാരണം 2 വർഷം 2 പതിറ്റാണ്ട് നമ്മളെ ഭരിച്ചതാണ്. അതായത് 2016-ലും 2021-ലും കേരളത്തിൽ തുടർഭരണം കൊണ്ടുവന്ന വ്യക്തികളാണ്. അതായത് 2026-ലേക്ക് വരുമ്പോൾ 3.0 ലോഡ് ചെയ്യണ സമയത്താണ് ഇടയ്ക്ക് സ്റ്റക്കായി പോയത്. അത് നമുക്ക് പ്രഡിക്റ്റഡ് തന്നെയായിരുന്നു. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു സൂചന തന്നെയാണ് ശരിക്കും ജനങ്ങൾ കൊടുത്തത്. മാറണമെങ്കിൽ മാറിക്കോ, നിങ്ങൾക്കൊരു അവസരം കൂടി ഞങ്ങൾ തരാം എന്ന് പറഞ്ഞു. പക്ഷെ മാറിയില്ല. എലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നതിന്റെ അന്ന് തന്നെ MM മണി നടത്തിയ പരാമർശമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പിറപ്പ് പണി കാണിച്ചു എന്ന് പറഞ്ഞു. അതായത് പെൻഷൻ കൊടുത്തത് പെൻഷൻ കൊടുത്ത കാശ് പറ്റിയിട്ട് മാറ്റിക്കുത്തി പിറപ്പ് പണി കാണിച്ചു എന്നാണ് അന്ന് പറഞ്ഞത്. പക്ഷെ അതിന് എതിരെ നേതൃത്വം വലിയ കാര്യമായിട്ട് ചെയ്തൊന്നുമില്ല. MM മണി ഒരു താക്കീത് കൊടുത്തു, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ താക്കീത് പിറ്റേ ദിവസം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല, കാരണം MA ബേബി അങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഈ ഒരു താക്കീത് ഇത് MM മണിക്ക് മാത്രം കൊടുക്കേണ്ട താക്കീതല്ല. പാർട്ടിയിൽ പല ആളുകളും ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടൊരു കലാരൂപമുണ്ട്. ഇലക്ഷൻ അടുത്ത സമയത്ത് കോൺഗ്രസിനൊക്കെ ഒരുപാട് കൊഴിഞ്ഞുപോക്കും തമ്മിലിടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്രാവശ്യം അതിനെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് CPM പാർട്ടി എന്നാണ് ഏറ്റവും കൂടുതൽ സഖാക്കൾ കൊഴിഞ്ഞു പോയത്. V കുഞ്ഞികൃഷ്ണൻ തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അദ്ദേഹത്തിന് ഒരു ബുക്ക് ഉണ്ടായിരുന്നില്ലേ, നേതൃത്വത്തെ അണികൾ തിരുത്തട്ടെ എന്നാണ് അദ്ദേഹത്തിന്റെ ബുക്ക്. ആ ബുക്കില് എഴുതി വച്ചേക്കണ കാര്യം തന്നെ പാർട്ടിയിലെ കണ്ണൂർ ലോബിനെ പറ്റിയാണ്. അതായത് കണ്ണൂർ ലോബി എന്ന് പറയുമ്പോൾ ഈ പിണറായി ഉൾപ്പെടെയുള്ള കണ്ണൂരിലെ കുറച്ച് ആളുകളുണ്ട്. എന്താ പണ്ടത്തെ ഒരു നാട്ടിൽ ജന്മിമാർ എന്ന് പറഞ്ഞ പോലെ അവര് പറയും, അവര് തീരുമാനിക്കും പാർട്ടിയിൽ ആരൊക്കെ വേണം ആരൊക്കെ വേണ്ട. അവരെ എതിർത്ത് ഇപ്പൊ ആരെങ്കിലും മുന്നിട്ട് വന്നു കഴിഞ്ഞാൽ കടക്ക് പുറത്ത്, ആ ഒരു രീതി. പിന്നെ പുറത്തു പോയ ആൾക്കാരൊക്കെ വർഗവഞ്ചകൻ, കുലംകുത്തി എന്നുള്ള പേര് വെച്ച് അധിക്ഷേപിക്കുന്നു, അവരെ കോലം കത്തിക്കുന്നു, അവരുടെ പാർട്ടിക്ക് വിരുദ്ധമായിട്ട് അവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് മത്സരിക്കുന്ന സ്ഥലങ്ങളിലെ പോസ്റ്ററുകൾ വലിച്ചു കീറുന്നു. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് പോലും അറിയത്തില്ല. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ 13 മന്ത്രിമാരാണ് തെറിച്ചു പോയേക്കുന്നത്. ടൈറ്റാനിക് കപ്പൽ മുങ്ങിയിട്ട് ആ കപ്പലിന് സംഭവിച്ച ആഘാതത്തെക്കാൾ വലുതായിരുന്നു ഇപ്പോൾ ഈ കേരളത്തിൽ ഇന്നലെ സംഭവിച്ചത്. പക്ഷെ അതൊക്കെ ശരിക്കും പറഞ്ഞൊരു കാലത്തിന്റെ കാവ്യനീതിയല്ലേ. ഇതേ സമയത്ത് 2012-ല് ഒരു വ്യക്തിയെ ഇവർ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അയാളുടെ പേര് TP ചന്ദ്രശേഖർ എന്ന് പറയും. സഖാക്കൾ ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാവും. കാരണം അവരെ സംബന്ധിച്ച് കൊല്ലും കൊലയൊന്നും വലിയ കാര്യമില്ല. ഒരു ഇന്നോവ വീട്ടിൽ കയറി വരുന്നത് 51 വെട്ടോട് നിസ്സാരം എന്നാ. പക്ഷേ അന്ന് ആ ഒരു കണക്ക്, അതിന്റെ ഒരു കണക്ക് എന്ന് പറയണമെങ്കിൽ ഇപ്പോ 2012-ലാണ് ആ സംഭവം നടന്നത്. ഇന്ന് 2026, അതായത് 14 വർഷങ്ങൾക്ക് ശേഷം മെയ് 4-ാം തീയതി തന്നെയാണ് കേരളത്തിൽ റിസൾട്ട് എഴുതിയതും. കേരളം ചുവക്കുമെന്ന് വിചാരിച്ച കേരളം ചുവന്നിട്ട് ഒരു കനല് പോലും ഉണ്ടായില്ല. ഇനി ചുവപ്പ് കാണണമെങ്കിൽ വല്ല അടുപ്പില് തീ കത്തിക്കണേന്റെ അതിൽ വന്ന് കാണേണ്ടി വരും. അതാണ് കനൽ ഒരു തരി മതി എന്ന് പറയും. പക്ഷെ ആ ഒരു തരിയെ പോലും കെടുത്തി കളഞ്ഞു. ആര് കാരണം? ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ V കുഞ്ഞികൃഷ്ണൻ പോലുള്ള ആളുകൾ പാർട്ടീനെ തിരുത്താൻ വരുമ്പോൾ അതിലെന്തെങ്കിലും കാര്യമുണ്ട് എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു നിലപാടെടുക്കണം. പക്ഷെ ആ നിലപാടെടുക്കുന്നതിന് പകരം ഇപ്പൊ രക്തസാക്ഷി ഫണ്ട് ഇപ്പൊ രക്തസാക്ഷി ഫണ്ട് നമുക്കറിയാം. രക്തസാക്ഷികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM പാർട്ടിയുടെ നെടുന്തൂണാണ്. ഒരാളെ കൊല്ലുന്നു, ആ കൊല്ലുന്ന ആളുടെ കുടുംബത്തിന് സഹായം ചെയ്യാൻ നിന്ന വിധം ബക്കറ്റ് പിരിവും ആ പിരിവും ഈ പിരിവും ഒക്കെ നടത്തുന്നു. നമ്മൾ ജനങ്ങൾ എന്താ കൊടുക്കുന്നു. ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ SDPക്കാരുടെ
ക്രൂരതയ്ക്കിരയായിട്ട് മരിച്ച അഭിമന്യു, അവന്റെ കുടുംബത്തിന് നമ്മൾ എത്ര പേരാ ബക്കറ്റ് പിരിവ് നമ്മുടെ വീട്ടിലൊക്കെ കയറി ഇറങ്ങിയതാ. കാരണം ആ ഒരു അമ്മയുടെ ഞാൻ പെട്ട മകനെ എന്നൊരു കരച്ചിലുണ്ടായിരുന്നു. ആ ഒരു കരച്ചിൽ ഈ ലോകം, അതായത് കേരള ജനത മൊത്തം ഏറ്റെടുത്ത കരച്ചിലാണ്. ഇപ്പൊ ശിവൻകുട്ടിയുടെ മരണത്തിൽ പറയട്ടെ, ഇപ്പൊ ഈ ശിവൻകുട്ടിയുടെ തോൽവിയുടെ കാരണം തന്നെ ശിവൻകുട്ടി ഇന്ന് പറഞ്ഞേക്കുന്ന ഒരു വാർത്തയുണ്ട്. കോൺഗ്രസ്സുകാര് വോട്ട് മറച്ചു കൊടുത്തു, ആർക്ക്? BJPക്ക് മറച്ചു കൊടുത്തു. ഈ ഇലക്ഷന് മുന്നേ കോൺഗ്രസ്സുകാര് SDPന്ന് മാറി ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അന്ന് ഈ ശിവൻകുട്ടി പിന്തുണ വേണ്ടാന്ന് പറഞ്ഞായിരുന്നു. ആരുടെ വോട്ട് ഞങ്ങൾ സ്വീകരിക്കും, പോന്നോട്ടെ എന്നുള്ള മൈൻഡായിരുന്നു. അപ്പോൾ ഈ കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ കാണുന്നതല്ലേ. SDPക്കാരാണ് അഭിമന്യുവിനെ കൊന്നതെന്ന് ഇവിടെ കുഞ്ഞു കുട്ടികൾക്ക് പോലും അറിയാം. അങ്ങനെ അറിയുന്ന സ്ഥിതിക്ക് അവരുടെ വോട്ട് തന്നെ വാങ്ങി വിജയിക്കാന്നുള്ളൊരു വ്യാമോഹത്തിലായിരുന്നല്ലോ ശരിക്കും അവിടെ നിന്നിരുന്നത്. പക്ഷെ എന്താ ഉണ്ടായേ, കേരളത്തിലെ ജനങ്ങള്, പ്രത്യേകിച്ച് നേമത്തെ ജനങ്ങള് അതങ്ങ് മാറ്റിക്കൊടുത്തു, BJPക്ക് അങ്ങ് കുത്തിക്കൊടുത്തു. അപ്പൊ തോൽവിയുടെ ഉത്തരവാദിത്തം ആർക്കും ഏറ്റെടുക്കാൻ പറ്റില്ല. അതേസമയം മറ്റുള്ള പാർട്ടി തരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഈ പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ, എന്തെങ്കിലും വർക്ക് ചെയ്യണം എന്നാലേ കാര്യമുള്ളൂ. ഇപ്പൊ ഈ ഇലക്ഷന്റെ സമയത്ത് ഇലക്ഷന്റെ പ്രചരണം നടത്തുന്നതിന് പകരം 16 വയസ്സാവാത്ത 18 വയസ്സ് പോലും തികയാത്ത പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ തോൽവി കിട്ടും. അത് ചെയ്യുന്ന സമയത്ത് ആരും അങ്ങ് വിചാരിക്കില്ല ഇവർ ചെയ്യുന്നത് നല്ല പുണ്യപ്രവൃത്തിയാണ് ഇത് ചെയ്ത. അതായത് പുറം നാട്ടിലുള്ള ഒരു കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് നമ്മൾ കല്യാണം നടത്തി കൊടുക്കുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. ആൾക്കാരുടെ ഹൃദയങ്ങളിൽ നമ്മൾ വീണ്ടും സ്ഥാനം ഉറപ്പിക്കും എന്നുള്ളൊരു സാധനമായിരുന്നു. പക്ഷെ അടിമുടി തെറ്റിപ്പോയി എല്ലാ കാര്യങ്ങളും. ഉറപ്പിച്ചോ? അതെ, കേരള സ്റ്റോറി എന്ന് പേര് വിട്ടു. ശരിയാ, കേരള സ്റ്റോറി സിനിമയിൽ ഇത് തന്നെയല്ലേ കാണിക്കുന്നേ. കേരള സ്റ്റോറി സിനിമയിൽ ഇത് തന്നെയാണ് കാണിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പൊ ഇവരും കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ കേരള സ്റ്റോറി 2 ഇറങ്ങി കഴിഞ്ഞപ്പോ അത് കാണിപ്പിച്ചില്ല. പക്ഷെ അതിലൊരു പോർഷൻ ഉണ്ട്, അത് എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല. ആ സിനിമ ചിലപ്പോൾ കാണാത്ത ആൾക്കാരുണ്ടാകും. അതിലൊരു പോർഷൻ ഉണ്ട്, 16 വയസ്സുള്ള ഒരു കുട്ടീനെ പറഞ്ഞു പറ്റിച്ചിട്ട്, അതായത് റീൽസ് എടുക്കാൻ അവളുടെ അമ്മ സമ്മതിക്കില്ല. മര്യാദക്കുള്ള റീൽസ് എടുക്കാൻ സമ്മതിക്കും. അപ്പൊ എക്സ്പോസിംഗ് ആയിട്ട് റീൽസ് എടുക്കുന്ന ഈ ചെറുക്കൻ പറഞ്ഞു. സ്വാഭാവികമായിട്ടും എക്സ്പോസിംഗ് റീൽസ് എടുക്കുമ്പോൾ വീട്ടുകാർ എതിർക്കും. 16 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഫോൺ തല്ലിപ്പൊളിച്ച് കളഞ്ഞാൽ അവൾ അപ്പത്തെ പരാതി പറഞ്ഞ ചെറുക്കനോടാ, എന്റെ ഫോൺ തല്ലിപ്പൊളിച്ച് കളഞ്ഞു, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റണില്ല എന്ന് പറയുമ്പോൾ അത് അവനൊരു കാരണമാണ്. അവൻ ആ കൊച്ചിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്നു. മതം മാറ്റുന്നു. മതം മാറ്റി കഴിഞ്ഞിട്ട് ഈ കുട്ടിയുടെ അമ്മയും അച്ഛനും പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുന്നു. ഈ സെയിം സിറ്റുവേഷൻ തന്നെ. പക്ഷെ ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് ഈ സംഭവം നടന്നേക്കണം, അല്ലെങ്കിൽ അതിന്റെ സ്റ്റോറിയാന്ന് പറഞ്ഞുണ്ടാക്കിയേനെ. അങ്ങനെ നടക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയും അച്ഛനും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തപ്പോൾ അവര് വ്യാജരേഖയായിട്ട് കൊണ്ടുവന്ന് 18 വയസ്സ് കുട്ടിക്ക് ആയി എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ അച്ഛനും അമ്മയും കുട്ടിക്ക് 18 ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരുന്നു. ഇതേ സ്റ്റോറി തന്നെ അതിലുള്ളത്. അതെ, അപ്പൊ കേരള സ്റ്റോറി ആണെങ്കിൽ അത് അപ്പൊ ഈ സിനിമ റിയൽ കേരള സ്റ്റോറി അല്ലേ? എന്തുകൊണ്ട് ഇതിന്റെ കേരള സ്റ്റോറി അല്ലാന്ന് പ്രൊപ്പഗൻഡയാണെന്ന് പറയുന്നത് എന്തർത്ഥമുള്ളേ? അതെ, ഇത് നമ്മൾ ദുൽഖർ സൽമാന്റെ സിനിമയ്ക്കകത്ത് മറ്റേ സൗബിന്റെ അടുത്ത് പറയുന്നില്ലേ, ഫേസ്ബുക്കാണ് അവനെ പറ്റത്, ഞാനാണ് അവനെ പറ്റത്. ആ ഒരു സംഭവം ഇവിടെ നടന്നിരിക്കുന്നത്. അത് തന്നെയാണ് ശരിക്കും നടന്നത്. ഈ തോൽവിയുടെ ഉത്തരവാദിത്വം ആർക്കും ഏറ്റെടുക്കാൻ കഴിയത്തില്ല. ഇപ്പോഴും അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ആകാനായിട്ട് നമ്മുടെ പിണറായി വിജയന് സാധിക്കാത്തത്. എന്നാൽ മുഖ്യമന്ത്രി ആകുവാണെങ്കിൽ ഇദ്ദേഹം വരില്ലായിരുന്നോ മുൻപന്തിയിൽ? എന്തുകൊണ്ട്? അപ്പൊ ഒരു തോൽവിയും, ഒരു ഇലക്ഷൻ നിൽക്കുമ്പോൾ തോൽവി ഉണ്ടാവും, ജയവും ഉണ്ടാവും. എന്ന് തോറ്റാ മാത്രമാണ് ഞാൻ ക്യാപ്റ്റൻ, തോറ്റില്ലെങ്കിൽ ഞാൻ ക്യാപ്റ്റൻ അല്ല എന്ന് പറയണത് യഥാർത്ഥ ക്യാപ്റ്റൻസി ആണോ? ഒരിക്കലില്ല. അല്ല. ഇപ്പൊ ഈ വീണ ജോർജിന്റെ വാക്കാണ് ഏറ്റവും ഹൈലൈറ്റ്. ഇവിടെ ഒരു കപ്പിത്താനുണ്ട് സാർ, കപ്പൽ ആടിയില്ല. നമ്മളെപ്പോഴും കണ്ടുവന്നത് ടൈറ്റാനിക്കിന്റെ മ്യൂസിക്കും വെച്ച് കപ്പൽ ആടിപ്പോയി താഴത്ത് ഒരുപാട് അസ്ഥികൂടങ്ങൾ നിൽക്കുന്ന ഒരു ഫോട്ടോ നമ്മളെല്ലാം കണ്ടതാണ്. 13 പേര് എന്താണെങ്കിൽ കുറ്റി തെറിച്ച് നിൽക്കുന്നുണ്ട്. ആ തോൽവിയുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയെങ്കിലും കേരളത്തില് അടുത്ത പ്രാവശ്യം, അതായത് 2031 എങ്കിലും ഇലക്ഷന് ചോപ്പിക്കാൻ പറ്റും. കാരണം ബംഗാൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 34 വർഷം നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും കൂടുതൽ ബംഗാളിലാണ് ഭരിച്ചേക്കുന്നത്. മുടിപ്പിച്ചേക്കുന്നത് അവിടെ തന്നെയാണ്. കാരണം പാവപ്പെട്ട ഒരു പാർട്ടിയായിട്ട് കയറി വന്നു, കർഷകർക്കിടയിൽ നിന്നു, അങ്ങനെ തുടങ്ങിയ പാർട്ടി അവസാന ഘട്ടത്തില് മുതലാളിത്തത്തിന് വഴിയൊരുക്കി. കർഷകരുടെ ഭൂമി അവരുടെ സമ്മതമില്ലാതെ നന്ദിഗ്രാം എന്നൊരു സ്ഥലത്ത് വെടിവെപ്പ് വരെ നടന്നിട്ടാണ് പാർട്ടി പുറത്തേക്ക് പോയത്. ആ ഒരു സിറ്റുവേഷൻ ഇവിടെ മറ്റൊരു രീതിയിൽ ക്രിയേറ്റ് ചെയ്തേക്കുവാണ്. കാരണം ജനങ്ങൾക്ക് മടുത്തു. ജനങ്ങൾക്കുള്ള അമർഷമാണ് കോൺഗ്രസിന് കുത്തി കൊടുത്തേക്കുന്നത്. പക്ഷെ ഇത് ഒരിക്കലും കോൺഗ്രസിന്റെ, അതായത് കോൺഗ്രസിന് ഇഷ്ടപ്പെട്ടൊരു കുത്തി കൊടുത്തൊന്നല്ല. അതെ, വേറെ വഴിയില്ലല്ലോ അതെ എന്ന് വിചാരിച്ചിട്ട് കുത്തി കൊടുത്തതാണ്, അല്ലാതെ കോൺഗ്രസിന് വഴി കുത്തി കൊടുത്തല്ല. പക്ഷെ കേരള ജനത ഒന്നും കൂടി ചിന്തിക്കണം. കാരണം യഥാർത്ഥത്തിൽ സുരക്ഷിതമായിട്ടുള്ള കൈകളിലാണോ ഇപ്പോൾ അധികാരം കിട്ടിയിരിക്കുന്നതെന്ന് കേരള ജനത ചിന്തിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ
കസേരകളി കണ്ടേക്കണത് ഈ ഒരു പാർട്ടി തന്നെയാണ്. കോൺഗ്രസിലാണ്. അതെ. അപ്പം CPM എന്ന് വെച്ചാൽ 12 ഇടത് മാത്രമേ ഉള്ളൂ പ്രശ്നം. കോൺഗ്രസിൽ അതല്ല, കസേരകളിയാണ് പ്രശ്നം. അതെ, ഇനിയിപ്പോ നിൽക്കുന്നത് ആ കസേരകളിൽ ആര് ജയിക്കും എന്നുള്ളതാണ്. ഹൈക്കമാൻഡ് അവസാനമായിട്ട് തീരുമാനിക്കുന്നു പറഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിലാണ് KC വേണുഗോപാലിന്റെ ഒരു പോസ്റ്റർ വെച്ചിട്ട് നടു റോഡിൽ വെച്ചേക്കുന്നത്. അടുത്ത കുഞ്ഞൂനിന് ശേഷം അടുത്ത കേരളം കണ്ട കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി KC ആയിക്കുന്നു പറഞ്ഞ് ഹൈക്കമാൻഡ് ആണ് അവസാനത്തെ വാക്കെന്ന് പറയും. സതീഷിന് അനുകൂലമായിട്ട് ഫ്ലെക്സ് അവരുടെ ടീംസ് വെക്കും. രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായിട്ട് ഫ്ലെക്സ് അവിടെ വെക്കും. KCക്ക് അനുകൂലമായിട്ട് ഫ്ലെക്സ് ഇവിടെ വെക്കും. അപ്പം ഇവരുടെ പോര് തീർന്നിട്ടില്ല. അതെ, അതിന്റെ ഉള്ളിൽ തന്നെ പോര് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശരിക്കും കേരള രാഷ്ട്രീയം ശരിയാണ്. കേരളത്തിൽ പണ്ട് മുതലേ ഒരു ചോയ്സ് ഉണ്ട്. 5 വർഷം ഇയാൾ ഭരിച്ച് 5 വർഷം അയാൾ ഭരിക്കട്ടെ. അതിനിടയ്ക്ക് കേരളം പിന്നെ ഒരു അവസരം ഇവർക്ക് കൊടുത്താണ്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. കേരളത്തിൽ മഹാമാരിയായി പ്രളയം വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും ഇവിടെ തളരാതെ ഒരു ക്യാപ്റ്റനായിട്ട് മുന്നിട്ട് നിന്നത് വ്യക്തി തന്നെയാണ് പിണറായി. അദ്ദേഹം ഇറങ്ങി പോവുകയാണ്, പക്ഷെ അയാൾ തിരിച്ചു വരും. വന്നോട്ടെ, പക്ഷെ വരുമ്പോൾ പഴയ പിണറായി വിജയൻ എന്നുള്ള രാജാവിന്റെ രീതിയിലല്ല വരേണ്ടത്. രാജാവ് നഗ്നനാണെന്ന് പറയാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ ആളുകൾ പൊറുതി മുട്ടിയിട്ട് നഗ്നനാണെന്ന് പറഞ്ഞു തെളിയിച്ചു, ഇറങ്ങി പോവുകയും ചെയ്തു. ചെങ്കോലും കിരീടവും ഒക്കെ വച്ചിട്ട് പോയി എന്നാണ് ഇപ്പൊ പറയുന്നത്. കുറച്ചാള് വീട്ടിലിരിക്കട്ടെ. അതെ, വീട്ടിൽ പോയി ഇരിക്കട്ടെ. കാരണം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണല്ലോ, പബ്ലിക് ആയിട്ട് ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വന്നപ്പോ വീട്ടിൽ പോയി ചോദിക്കുന്ന പറഞ്ഞാണ്. ഇനി വീട്ടിലിരുന്നോട്ടെ, അതെ, അതാണ് നല്ലത്. അത് തന്നെയാണല്ലോ നാട്ടുകാർ കാണിച്ചു കൊടുത്തത്. അതെ, വീട്ടിൽ പോയി ഇരിക്കൂ എന്നുള്ള രീതിയിൽ. ഇനി നമുക്ക് അറിയില്ല ഇനിയിപ്പോ അടുത്ത ഭരണം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് വരാനുള്ളത്. ഇനിയിപ്പോ അബദ്ധമായി പോയോ എന്ന് പലർക്കും റിഗ്രറ്റ് അടിക്കാനും സാധ്യതയില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇനിയിപ്പോ അധികാരത്തിൽ കയറിക്കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് നമുക്ക് മനസ്സിലാകും. കാരണം ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടാണ്. മുന്നിൽ നിൽക്കുന്നതാണ് സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര. അത് പോസിബിലിറ്റി ആയ ഒരു കാര്യമാണ്. പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പോസിബിൾ അല്ലാന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിബിൾ ആണ് സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ളത് KSRTCക്ക്. അതും ഇതിപ്പോ എത്രത്തോളം സ്ത്രീകളുണ്ടെന്ന് വെച്ചിട്ടുള്ള ഇതിന്റെ പ്രായപരിധി പോലും ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് മാത്രം കൊടുക്കുന്നതിന് പകരം വയസ്സായ ആളുകൾക്ക് എന്ന് ചേർത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു മര്യാദ ഉണ്ടായേനെ. ഇനിയിപ്പോ അറിയില്ല എന്താണ് റിസൾട്ട് വന്നു. ഇനിയിപ്പോ ഹൈക്കമാൻഡ് തീരുമാനിക്കണം ആരൊക്കെ അധികാരത്തിൽ കയറുന്നൊന്നും അറിയില്ല, ആര് മുഖ്യമന്ത്രി ആവുമെന്നും അറിയില്ല. എന്തായാലും ജനങ്ങളെ പോലെ തന്നെ നമ്മളും കാത്തിരിക്കുകയാണ്. നല്ലത് വരട്ടെ, നല്ലൊരു മുഖ്യമന്ത്രി ഉണ്ടാവട്ടെ ആരാണെങ്കിലും.